സെസ്ന 172 എന്ന് പറയുന്ന ഒരു 4 സീറ്റർ, അതായത് കുറച്ചുകൂടെ വലിയ എയർക്രാഫ്റ്റ്, നമ്മൾ സെസ്ന 140നേക്കാളും കുറച്ച് വലിയ എയർക്രാഫ്റ്റാണ് 172. അതിൻ്റെ ഒരു പ്രീഫ്ലൈറ്റ് ചെക്കാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യടാ. ഞാൻ ഇന്ദ്രജിത്ത്. ഞാനിവിടെ ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് കംപ്ലീഷൻ സ്റ്റേജിലാണ്, ലാസ്റ്റ് സ്റ്റേജിലാണ്. പൈലറ്റ് 170 അല്ല 170 അല്ലേ? 170. നമ്മുടെ പൈലറ്റ് സ്റ്റുഡൻ്റ് ആണല്ലോ. ശരി, തുടങ്ങാം. ഇതല്ലേ നമ്മുടെ ഫീൽഡ് പോലെ നല്ല ബൈബിൾ പോലെ അത്യാവശ്യം കാര്യമായിട്ടുണ്ട് അതിനകത്ത്. നമ്മളൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം അല്ലേ? ഓക്കെ. ഇപ്പോഴും നമ്മുടെ കാറുകളിലൊക്കെ ഈ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത്. എയർക്രാഫ്റ്റ് വന്നിട്ട് 10-50 വർഷമായി. ഓക്കെ. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എല്ലാ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഉണ്ടാവും. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാവും, പിന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഇൻഷുർ ചെയ്യണം ബാക്കിലുണ്ടോന്ന്. എവിടെ വെച്ചിരിക്കുക? നമുക്ക് ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ അതിന്റെ മറ്റേ ബാഗേജ് ഏരിയയിലാണ് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ 4 സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ 4 സീറ്റിന്റെ പുറകിലായിട്ടാണ് ഇവരുടെ ഈ സ്റ്റോവേജ് ഏരിയ അല്ലെങ്കിൽ ബാഗേജ് ഏരിയ. ഇവിടെയാണ് ബാഗേജ് ഏരിയ വരിക അല്ലേ? അതെ. ഓക്കെ. ഡോക്യുമെന്റ്സ് എല്ലാം ബാക്കിൽ വെച്ചിട്ടുണ്ടാവണം, എല്ലാം നമ്മൾ ഇൻഷുർ ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടെ ഇത് G1000 കോക്പിറ്റ് ആണ്. ഗാർമിൻ എന്ന കമ്പനിയുടെ ഗ്ലാസ് കോക്പിറ്റ്. ഗ്ലാസ് കോക്പിറ്റ് എന്ന് പറയുന്നത് ഈ കൺവെൻഷണൽ ഉപകരണങ്ങൾക്ക് പകരം ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരിക, അതുകൊണ്ടാണ് ഗ്ലാസ് കോക്പിറ്റ് എന്ന് പറയുക. ഓക്കെ. നമുക്ക് നോക്കുകയാണെങ്കിൽ മിക്ക എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമുക്ക് ഈ ഡിസ്പ്ലേയിലാണ് വരിക. ഇത് ഈ 3 മാത്രമാണ് സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രുമെന്റ്സ്. നമുക്ക് എയർ സ്പീഡ് വരും, ആർട്ടിഫിഷ്യൽ ഹൊറൈസൺ, പിന്നെ അൾട്ടിമേറ്റ്. കാരണം ഈ ഡിസ്പ്ലേ ഉള്ള ഈ ഒരു G1000 വർക്ക് ചെയ്തതായാൽ പോലും നമുക്ക് ബേസിക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നമ്മളെല്ലാ സ്വിച്ചസ് ഓഫ് ആണെന്ന് എൻഷുർ ചെയ്യണം. ഇവിടെ മാസ്റ്റർ സ്വിച്ച്, ഏവിയോണിക്സ് മാസ്റ്റേഴ്സ്, ആൻഡ് ഓൾ ദ ലൈറ്റ്സ്, സ്വിച്ചസ്, പിറ്റ് ഔട്ട് ഹീറ്റ്, എവറിത്തിങ് ഓഫ്. ഇതെല്ലാം ആദ്യം ഓഫാണെന്ന് ഉറപ്പുവരുത്തുന്നത്. ഈ മാസ്റ്റേഴ്സ് ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആരെങ്കിലും പ്രൊപ്പലർ അടിച്ച് കറക്കാവുന്ന തനിയെ സ്റ്റാർട്ട് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളത് ആദ്യമേ ഓഫാണെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ. അടുത്ത പിന്നെ നമ്മൾ യൂഷ്വലി ചെക്ക് ചെയ്യുമ്പോൾ ഈ മാസ്റ്റർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഫ്ലാപ്സ് ടെസ്റ്റ് ചെയ്യും, ലാൻഡിംഗ് ലെഗ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യും. ഇതിപ്പോ നമ്മളിപ്പോ വെറുതെ ഷോ ചെയ്യുമ്പോൾ അത് ചെയ്യണില്ല, ബാറ്ററി ഡ്രെയിൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഫ്ലൈറ്റ് തുടങ്ങുന്നത് ഫ്യൂസലേജ് മുതൽ തന്നെയാണ് അല്ല? വിങ്സ് മുതലല്ലേ? ഓക്കെ. ഇതിൽ ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടോ, ക്ലീൻ ആണോ, എല്ലാം നമ്മൾ എൻഷുർ ചെയ്യണം. നമ്മള് ടെയിൽ പ്ലെയിൻ്റെ അവിടെ കയറും. നമ്മൾ ഫ്രീ ഓഫ് മൂവ്മെന്റ് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കണം. ഉള്ളിൽ നമുക്കത് ഡിഫ്ലക്ഷൻ ഉണ്ടോ നോക്കാം. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സ്റ്റാറ്റിക് പിക്കാണ്. ഗ്ലാസ് കോക്പിറ്റ് ആയ കാരണം പിന്നെ സ്റ്റാറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റാറ്റിക്. ഇത് എയറിലോട്ട് ഇത് നമ്മുടെ സ്റ്റാറ്റിക് ഡിസ്ചാർജ് എയറിലോട്ട്. എല്ലാം ഉണ്ടോ? നമ്മുടെ ഇത് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, ഇതിൽ റഡർ വരുന്നുണ്ട്. റഡർ മൂവ്മെന്റ് ഫുള്ള് മൂവ്മെന്റ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് ട്രിപ്പ് നഡേഴ്സിന്റെ. ഇത് നമ്മൾ തുടങ്ങുന്നില്ല, കാരണം അത് ഗ്രൗണ്ടിൽ വെച്ച് നമ്മളൊരിക്കൽ കാലിബ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് സെറ്റ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഡ്രം അല്ലേ? മാനുവൽ എലിവേറ്റർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതെ. ഇൻഫ്ലൈറ്റിൽ നമുക്ക് എയർക്രാഫ്റ്റ് വെയിറ്റ് ഫ്യൂവലിൻ്റെ കുറവൊക്കെ അനുസരിച്ച് മാറുന്നതനുസരിച്ച് നമുക്ക് എലിവേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡ്രം. ഇത് വേണ്ടി ഇപ്പുറത്തെ സൈഡിലുള്ള നമ്മുടെ എലിവേറ്റർ. ഈ കൊളുത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹൂക്ക് എന്ന് പറയുന്നത് ഇൻ കേസ് എയർക്രാഫ്റ്റ് തറയിൽ നിൽക്കുന്ന സമയത്ത് വിൻഡൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ കോൺക്രീറ്റ് ബ്ലോക്കിൽ പിടിച്ച് കെട്ടിയിടാൻ വേണ്ടി ഉള്ളതാണ്. സ്ക്രൂ ഒന്നും ലൂസായിരിക്കാം. അതുപോലെ റിവറ്റുകൾ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓക്കെ ആണെന്ന് അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുക അല്ലേ? ELT.
ഫ്ലാപ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കും അല്ലേ? ആ, അത് ഫ്രീ ആണോന്നല്ല, അതിൻ്റെ ഹിഞ്ചസ് എല്ലാം ഓക്കെ ആണോ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അത് മൂവ് ചെയ്യാൻ പാടില്ല, കാരണം അത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, എയിലറോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ടേണിന് ബാങ്കിങ് സഹായിക്കുന്ന സാധനം, ബാങ്കിങ്ങിന്. അപ്പോൾ ഓരോ എയിലറോൺ മുകളിലോട്ട് പോകുമ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിലുള്ള എയിലറോൺ താഴോട്ട് വരും. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും ക്ലിയറായിട്ട്. അതുപോലെ തന്നെ എയിലറോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കോളം നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എലിവേറ്റർ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എലിവേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഈ കൺട്രോൾ കോളം ഇങ്ങനെ പുറകിലോട്ടും ഫ്രണ്ടിലോട്ടോ ആവും. റഡർ എന്ന് പറയുന്ന സാധനം, അത് റഡർ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ആ റഡർ പെഡൽസ്, അത് ഇങ്ങനെ മൂവ് ചെയ്യും. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അകത്തും പുറത്തും. ഓക്കെ, അത് ലൂസ് അല്ല എന്നാൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കുന്നില്ല എന്ന ഒരു ഫിംഗർ ടൈറ്റ്, അതൊരു ഇത്. അത് ഓക്കെ ആണോ നോക്കുന്നു. ഇൻസ്പെക്ഷൻ ബോക്സുകളൊക്കെ വന്ന് നോക്കുന്നു. ക്രാക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. നാവിഗേഷൻ ലൈറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി പോവുക. ഓക്കെ, ടയറിൽ ക്രീപ്പ് മാർക്കാണ് നമ്മൾ മെയിനായിട്ട് ആദ്യമായിട്ട് നോക്കുന്ന ഒരു കാര്യം. ഈ രണ്ട് റെഡ് ലൈനും അലൈനായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ സൈഡ് ഈ റെഡ് ലൈൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ടയർ ഹബ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന അർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ. അതെ, പ്രഷർ നോക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എയർക്രാഫ്റ്റിന്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഓയിൽ ലീക്കേജ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ലീക്കേജ് ഒന്നും വരാൻ പാടില്ല. നമ്മൾ ഉറപ്പുവരുത്തുക. ഇതാണ് എൻജിൻ കൗൾ എന്ന് പറഞ്ഞ ഭാഗം. അതൊന്ന് തട്ടി നോക്കുക. ലൂസാണെന്നുള്ള ഫീൽ നമുക്കറിയാൻ പറ്റും. നോക്കുമ്പോഴേക്കും നമ്മുടെ ഓയിൽ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ എയർക്രാഫ്റ്റ് ഫ്ലൈങ് കഴിഞ്ഞ് ജസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ടച്ച് ചെയ്ത കുറച്ച് ഹോട്ട് ആയിരിക്കും. അതെ, അതുകൊണ്ട് തൽക്കാലം നോക്കണമെന്നില്ല. നമ്മൾ തുറന്നിട്ട് ഡിസ്ട്രിക്ട് ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴേക്കും അതിനകത്ത് അതിൻ്റെ ഓയിലിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും, ക്വാണ്ടിറ്റി അറിയാൻ പറ്റും. ഓക്കെ, ഫ്യൂല് നോക്കണ്ടേ? ഇതാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞ സാധനം. ഇതിൽ ഇങ്ങനെ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് എത്ര ഫ്യൂൽ ഉണ്ട് നമ്മൾ അറിയുന്നത് അല്ലേ? ഒരു ടാങ്കിന്റെ മാക്സിമം കപ്പാസിറ്റി 100 ലിറ്റേഴ്സ്. ടാങ്ക് രണ്ടും കൂട്ടിയാൽ ഇത് നമ്മൾ വരുന്നത് ഫ്രണ്ടിൽ പ്രൊപ്പല്ലറിലേക്കാണ്. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നു. കട്ട്സോ നിക്സോ ക്രാക്കോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ആൾട്ടർനേറ്റീവ് ബെൽറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റിനെ പവർ ചെയ്യണ ഒരു ബെൽറ്റ്. എഞ്ചിൻ ഓണായിരിക്കുമ്പോൾ അത് കറങ്ങിക്കൊണ്ടിരിക്കും ഓൾറെഡി. അതുകൊണ്ട് തന്നെ ബെൽറ്റ് പ്രോപ്പറാണോ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് ചെക്ക് ചെയ്യും. അതിൻ്റെ ടൈറ്റ്നെസ്സും അല്ല. ഇവിടെയാണ് നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നത്. ഇത് ഇൻ കേസ് എന്തെങ്കിലും എഞ്ചിൻ ഫയർ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ബേൺ ആയി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണത് ബേൺ ആയിട്ടും എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്യണം. പ്രാണികളൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ അത് ബ്ലോക്കാനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ നോക്കുന്നു. നമ്മുടെ നേരത്തെ വീട് നോക്കിയതുപോലെ തന്നെ ഇതിൻ്റെ ക്രീപ്പ് മാർക്ക് നോക്കുന്നു. ഇവിടെ പിന്നെ നമുക്ക് ഈ ന്യൂമാറ്റിക് സ്ട്രട്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡിഫറൻസ് വേണം. ഒരു തമ്പിൻ്റെ ഒരു ഹാൻഡ് ഇത്ര ഡിഫറൻസ് വേണം ന്യൂമാറ്റിക്. പ്രഷർ കുറവാണ്. പ്രഷർ കുറവാണ്. ഇത് കൊലാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ ഫ്രണ്ട് വീലിന് ബ്രേക്കില്ല, കാരണം ഡിഫറൻഷ്യൽ ബ്രേക്കിംഗ് ഉള്ള ഒരു ക്രാഫ്റ്റ് ആയതുകൊണ്ട്. ഇനി അടുത്ത് 170 ആയ കാരണം നമുക്ക് സ്റ്റാറ്റിക് ഫുഡ് വരുന്നുണ്ട്. ഇത് നമ്മൾ ബ്ലോക്കേജ് എന്തെങ്കിലും നോക്കാം, ക്ലീൻ ആണോ നോക്കാം. ഇവിടെ നമുക്ക് ക്യാബിൻ എയർ ഇൻലെറ്റ് വരുന്നുണ്ട്. ഇവിടെ കൂടെ അടുത്തതാണ് പിറ്റോ ട്യൂബ്.
പിറ്റോട്ട് കവർ എപ്പോഴും റിമൂവ് ചെയ്യണം, ഏറ്റവും ഫ്ലൈങ് തൊട്ട് മുന്നേ. ഇല്ലാണ്ടെങ്കിൽ ഫ്ലൈങ് കയറി ഇരുന്നാൽ പോലെ ഇറക്കി വിടും. ഓക്കെ. ഇവിടെ ബ്ലോക്കേജ് ഉണ്ടോ നോക്കണം, ഫ്രണ്ട് ഫേസിങ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ട് ഇടയിൽ, അവിടെയും നമ്മൾ ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ട്. നമ്മുടെ സ്റ്റോൾ ഹോളിന്റെ ഫ്യൂവലിനൊരു എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, ഇവിടെ നമ്മൾ ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടോന്ന് വെരിഫൈ ചെയ്യാം. ഇത് നമ്മുടെ ഒരു മുറി ഹുക്കാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ബ്ലോക്കിൽ പിടിച്ച് കെട്ടിയിടാനുള്ള സാധനമാണ്. ഇവിടെ നമുക്ക് ലാൻഡിങ് ആൻഡ് ടാക്സി ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം ലാൻഡിങ് ലൈറ്റ് ആണ്, ഒരെണ്ണം ടാക്സി. നമുക്ക് മാസ്റ്റർ ഓൺ ആക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഒക്കെ നോക്കാം. സ്ട്രോബ് സ്ട്രോബ് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, പ്രോപ്പറാണോ നോക്കിയാണോ പറയാനായിട്ട്. നമ്മൾ അപ്പുറത്തെ എയർലോൺ ചെക്ക് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ ഇവിടെ ചെക്ക് ചെയ്യാം. പ്ലസ് അവിടുത്തെ നട്ടും കൂടെ നോക്കാം. ഓക്കെയാണോ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കാം. ഫ്ലാപ്സ് നമ്മുടെ ലെഫ്റ്റ് ടയറിലേക്ക് നമ്മൾ വരാണ്. ഇവിടെയും സെയിം ക്രീപ്പ് മാർക്സ് എല്ലാം കറക്റ്റ്ലി അലൈൻഡ് ആണോ നോക്കുക. പിന്നെ പ്രോപ്പർലി ഇൻഫ്ലേറ്റഡ്. ഈ ട്രെഡ് മാർക്സ് ഇത് വെയർ ഔട്ട് ആവാൻ പാടില്ല, പ്രോപ്പർലി ട്രെഡഡ് മാർക്സ് ഉണ്ടാവും. അതെ, നമ്മുടെ ഈ ബൈക്കിൻ്റെ ഒക്കെ ടയർ കഴിഞ്ഞ് തീരുമ്പോഴേക്കും വെള്ള നൂല് വെളിയിൽ വരും, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സെയിം നമ്മുടെ ഈ ഡിസ്ക് ബ്രേക്ക് ഫ്യൂവൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടോ നോക്കാം. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാം. നമ്മൾ ഫ്യൂവൽ ചെക്ക് ചെയ്യാം. ഓക്കെ. അത് വേണമെന്നുണ്ടോ? ലെഫ്റ്റ് വിങ്ങിൻ്റെ ഫ്യൂവൽ ചെക്ക് ചെയ്യും. ഓക്കെ. പിന്നെ ഈ ഫ്യൂവലിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ പോലെ തന്നെയാണ്, എടുത്ത ഉടനെ തന്നെ ആവിയായി പോകും.